സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ദൈവം തൻ്റെ സ്നേഹത്തിൽ എന്തും ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ചെറിയൊരു കാശ് രൂപമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ വെഞ്ചരിച്ച് ഉപയോഗിക്കുന്നത്, ചെറിയൊരു കുരിശായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിലൂടെ പോലും ദൈവത്തിന് ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ല, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ എവിടെയാ വെടി കൊണ്ടേ? ചങ്കി തുളഞ്ഞു കയറിയോ? ഇവിടെ ഒരു ലോക്കറ്റ് കിടപ്പുണ്ടായിരുന്നു. ആ ലോക്കറ്റിലാണ് വെടിയുണ്ട തറച്ചത്. അതുകൊണ്ടാണ് ജീവൻ കിട്ടിയാലേ തീർന്നു. കറക്റ്റ് സ്പോട്ടിൽ അടിച്ചേ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്കറിയാം, ജയിലിൽ പോയി തന്നെ വെടിവെച്ചവനോടൊക്കെ മാപ്പ് പറഞ്ഞു. പക്ഷേ അവൻ നല്ല ഷാർപ്പ് ഷൂട്ടറായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ലോക്കറ്റ് കറക്റ്റ് അവിടെ കിടന്ന ആ ലോക്കറ്റിലാണ് വെടിയുണ്ട് എന്ന് പറയുന്ന പോലെ ദൈവിക സംരക്ഷണത്തിന്റെ വഴികൾ ദൈവം തൻ്റെ സ്നേഹത്തിൽ നമുക്ക് തരുന്നത്, ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് തരുന്ന ഏതിലൂടെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ 3-ാം വെള്ളിയാഴ്ചകളിലുള്ള ദൈവ കരുണയുടെ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യമാണ്, രാവിലെ തന്നെ വിശുദ്ധ കുർബാന കഴിഞ്ഞാലുടൻ രാവിലെ മുതൽ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് 3 മണി വരെ നമുക്ക് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഈ കരുണയുടെ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ അവിടെ എണ്ണ കുറച്ച് ബോട്ടിലിൽ നിറച്ച് വെക്കും. ദൈവ കരുണയുടെ എണ്ണ എന്ന് പറഞ്ഞാണ് നമുക്ക് ഓഫീസിൽ അത് ലഭിക്കുന്നത്. അത് ഏകദേശം രാവിലെ 6:30 മുതൽ വൈകുന്നേരം 3 മണി വരെ ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യത്തിൽ വെച്ച് പിന്നെ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച എണ്ണയാണ്. എത്രയോ പേരുടെ സാക്ഷ്യങ്ങളാണെന്നറിയാം ഞാൻ കേട്ടുള്ളൂ, ഈ എണ്ണ പുരട്ടിയതിലൂടെ മാത്രം സൗഖ്യം കിട്ടിയത്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഒരുപക്ഷെ അവരാരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊറോണയ്ക്കൊക്കെ മുമ്പ് ഇതുപോലെ എന്നെ കാണാൻ വിദേശത്ത് നിന്ന് ഒരു കൊച്ചിനെ നാട്ടിൽ കൊണ്ടുവന്നു. വലിയ പ്രായമൊന്നുമില്ല, എനിക്ക് തോന്നുന്നൊരു 6-7 വയസ്സ് പ്രായം ഉണ്ടാകും, 2-ലോ 3-ലോ ഒക്കെ പഠിക്കുന്ന പ്രായം. പേരൻസ് വിദേശത്താണ്, UK-ലാണ്. ഗ്രാൻഡ് മദറിന്റെ കൂടെയാണ് ഈ കുഞ്ഞ് നിൽക്കുന്നത്. അതിന് കാരണം ഈ കുഞ്ഞിന് അവിടുത്തെ കാലാവസ്ഥ ഒട്ടും പിടിക്കുന്നില്ല. കാലാവസ്ഥയാണ് കാരണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ ശരീരം മുഴുവനും സോറിയാസിസ് പോലെ അങ്ങോട്ട് ചൊറിഞ്ഞ് തടിച്ച്, എന്നിട്ട് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞു, ഫുൾ ടൈം കൊച്ചു ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ മുഴുവൻ ശരീരഭാഗങ്ങൾ ഇങ്ങനെ കറുത്തും ചൊറിഞ്ഞു, ഇങ്ങനെ പഴുപ്പുകൾ, ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മുറിവുകൾ ശരീരം മുഴുവനുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മൾ ഇടുന്നത് പോലെ കോമൺ ആയിട്ടുള്ള നോർമൽ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വിളിച്ച് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ആ കൊച്ചിന് പെറ്റിക്കോട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ കൊച്ചു. കാരണം ശരീരത്തിൽ എന്തെങ്കിലും ഇരുന്നാൽ അതിൻ്റെ പഴുപ്പ് കൊണ്ട് അത് ഒട്ടിയിരിക്കും, പിന്നെ പറിച്ചെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. മുഴുവൻ ശരീരത്തിലാണ് ഇങ്ങനത്തെ അവസ്ഥ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇവര് ഗ്രാൻഡ് മദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ, അച്ഛൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്, കൊച്ചു വന്നിട്ട് കുറച്ചധികം നാളുകളായി, കുഞ്ഞിന്റെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമം തോന്നുന്നു. ബൈബിളിൽ ഉണ്ടാകുന്ന ഒരു കഥാപാത്രം ആരാണത്? ശരീരം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടിരുന്നത് ജോബ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. മുഴുവൻ സമയം ചൊറിച്ചില്ല. പക്ഷെ കുഞ്ഞിന്റെ ഒരു പ്രത്യേകത എന്താണ്? കുഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അതാണ് വരുന്ന സന്തോഷം. ഇതിങ്ങനെ ശരീരത്തിൽ മുഴുവൻ ചൊറിഞ്ഞും പിടിച്ചും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മുഴുവൻ കാണാം, ഇങ്ങനെ കറുത്ത് മുഴുവൻ പാച്ച് പോലെ ശരീരം മുഴുവൻ കാണാം. അപ്പൊ ശിരസ് മുതൽ പാദം വരെ ഉണ്ട്. അതുപോലെ ഈ കുഞ്ഞിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് നല്ല സ്മൈലിംഗ് ആണ്, നല്ല സന്തോഷവതിയായിരുന്നു ആ കുഞ്ഞ്. അപ്പൊ ഞാൻ കുറച്ചു നേരം കൊച്ചിൻ്റെ ഇരുത്തി വർത്താനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് മിഠായിയൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ചു നേരമൊക്കെ ഇരുത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞ് പേടിക്കണ്ട കേട്ടോ, ഈശോ സുഖപ്പെടുത്തും. അപ്പോൾ കുഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, അവിടെ കരുണയുടെ എണ്ണയുണ്ടായിരുന്നു, ഞാൻ ആ എണ്ണ കൊണ്ടുവന്ന് കുഞ്ഞിന് വേണ്ടി ഈ നെറ്റിയിലും ശരീരത്തിലൊക്കെ അല്പം പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓഫീസിൽ എണ്ണ ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഓഫീസിലുണ്ടെങ്കിൽ നിങ്ങൾ 2-3 ചെറിയ ബോട്ടിൽ 10 രൂപ 5 രൂപ ഏതാണ്ടൊക്കെയാണ് അന്ന്, അത് എടുത്ത് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയിട്ട് കുഞ്ഞിന് എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ശരീരത്തിൽ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയെ സുഖപ്പെടുത്തണമേ, ഈ കരുണയുടെ എണ്ണയിലൂടെ നിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരത് മേടിച്ചുകൊണ്ട് പോയി പ്രാർത്ഥിച്ചു. ഒരു 2-3 മാസം കഴിഞ്ഞ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തന്നെ ആശ്ചര്യമായിപ്പോയി. കംപ്ലീറ്റ് നാമാന്റെ ശരീരം പോലെ ഒന്ന് മുങ്ങി പൊങ്ങി കഴിഞ്ഞപ്പോൾ നാമാന്റെ ശരീരം ശിശുവിൻ്റേതുപോലെ ആയി എന്ന് പറയുന്ന പോലെ ഈ കുഞ്ഞിന്റെ ശരീരം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പാടുകളൊക്കെ കിടപ്പുണ്ട്. അത്ര അങ്ങനെ ചൊറിഞ്ഞ് നമ്മൾ ഇങ്ങനെ വലിയ പരിപോലെ അന്ന് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് നാളുകൾ പാടുകൾ, പക്ഷെ പഴുപ്പില്ല, ചൊറിച്ചിലില്ല, ശരീരത്തിൽ അലർജി പോലുള്ള ആ സോറിയാസിൻ്റെതായ ഒന്നുമില്ല, കംപ്ലീറ്റ് സുഖപ്പെട്ട അവസ്ഥയിൽ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ പരിമിതപ്പെടുത്താൻ പറ്റില്ല. ദൈവം തന്റെ സ്നേഹത്തിൽ സ്വന്തം പുത്രനെ നൽകിയെങ്കിൽ നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ സ്നേഹിക്കാൻ, നമ്മെ സംരക്ഷിക്കാൻ, നമ്മെ കരുതാൻ, നമ്മെ പരിപാലിക്കാൻ ദൈവം എന്തും പ്രയോജനപ്പെടുത്തും. പ്രവാചകന് ഭക്ഷണം കൊടുത്തതാരാ? ഏലിയ പ്രവാചകന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താരാ? കാക്കയാ. കാക്കയെ ദൈവം പ്രയോജനപ്പെടുത്തിയില്ലേ? എന്ന് പറയുന്ന പോലെ നമുക്കറിയില്ല, ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ സ്നേഹിക്കുകയും നമ്മെ ചേർത്ത് പിടിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ സ്പർശനമേറ്റതെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളായിട്ട്, ദൈവിക സംരക്ഷണത്തിന്റെ അടയാളങ്ങളായിട്ട് മാറും. ഉറക്കെ പറ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയും, വെഞ്ചിരിച്ചത് എന്തെങ്കിലും എപ്പോഴും കൈവശം ഉണ്ടാകണം. 1. 2, വെഞ്ചിരിക്കാത്തതൊന്നും അധികം ധരിച്ചുകൊണ്ട് നടക്കരുത്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ഏത് ഭൂഖണ്ഡത്തിൽ ഉണ്ടാക്കിയതാണ്? അല്ലേ? നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന 99% ജപമാലകളും എവിടെ നിന്ന് വരുന്ന? ചൈനയിൽ നിന്ന് വരുന്ന. അറിയില്ലെങ്കിൽ ഞാൻ പറയാം, ചൈനക്കാരുണ്ടാക്കുന്ന. മുംബൈയിലേക്കൊക്കെ ഷിപ്പ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇവിടെയൊക്കെ വരുന്നത്. കൊന്തയൊക്കെ കുറെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുത്തൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. അപ്പൊ ഒത്തിരി ഒരു 90%-ലധികം നമുക്കറിയാം വേൾഡ് മാർക്കറ്റൊക്കെ ചൈനക്കാരന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആരുണ്ടാക്കുന്നു, എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ സോഴ്സ് എന്താണ്? അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. പലയിടങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോലും ചെന്ന് നമ്മൾ ചിലപ്പോൾ കുരിശും കൊന്തയൊക്കെ മേടിച്ച് ചെന്ന് നോക്കി കഴിയുമ്പോഴായിരിക്കും തലകീഴായ കുരിശാണ് കിടക്കുന്നത്. കൊന്തയിൽ ആഡ് ചെയ്തിരിക്കുന്ന കുരിശ് തലകീഴായ കുരിശുകളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കും. നമുക്കറിയില്ല ഏതെല്ലാം രീതിയിൽ തിന്മ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് അറിയില്ലാത്തതുപോലെ ദൈവം തൻ്റെ സ്നേഹം ഏതറ്റം വരെയും നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ എന്തും ദൈവം തൻ്റെ സ്നേഹത്തിൽ പ്രയോജനപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. വെഞ്ചരിക്കാനുള്ള എന്ത് കൊണ്ടുവരിക, അത് വെഞ്ചരിച്ച് കർത്താവിന് ഏത് ലക്ഷ്യം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നുവോ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ കർത്താവ് പ്രവർത്തിച്ചോളും, ദൈവം പ്രവർത്തിച്ചോളും. ചിലരൊക്കെ കുന്തിരിക്കൊക്കെ ഉണ്ടെന്ന് വെഞ്ചരിച്ച് വീട്ടിൽ കൊണ്ടുപോയി പോകുകയും, ചിലർ ഉപ്പ് കൊണ്ട്, അല്ലേ? അതാണ് കുടുംബത്തിൽ തിന്മയുടെ സ്വാധീനമുണ്ട്. തോപ്പിത്തിന്റെ പുസ്തകം നമ്മൾ കടന്ന പോലെ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇതൊക്കെ ഒരു ദൈവസ്നേഹത്തിന്റെ അടയാളങ്ങളായാണ് നമ്മൾ ഇവയെല്ലാം കാണേണ്ടത്. അപ്പൊ സ്നേഹത്തിൽ ദൈവം പൗലോസിന്റെ അംഗവസ്ത്രങ്ങളിലൂടെ, തുവാലകളിലൂടെ ദൈവം പ്രവർത്തിച്ചു എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ തുവാലകളിലൂടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടന്നു. അവന്റെ അംഗവസ്ത്രങ്ങളിലൂടെ ദൈവത്തിന്റെ അത്ഭുതം നടന്നു. പിശാച് ബാധിതർ ഒഴിഞ്ഞുപോയി, രോഗികൾ സൗഖ്യം പ്രാപിച്ചു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹത്തിൽ നമ്മെ പങ്കുകാരാക്കാനും ആ സ്നേഹത്തിന്റെ പരിപാലന അനുഭവിക്കാനും ദൈവം ഏതറ്റം വരെ നമ്മെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ എന്തിലൂടെയും ദൈവം ചെയ്യും. നമ്മൾ ദൈവസ്നേഹത്തിലും ദൈവസാന്നിധ്യത്തിലും ദൈവിക സംരക്ഷണത്തിന്റെയും ആ സാന്നിധ്യം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6:13. അപ്പസ്തോലന്മാര് അനേകം പിശാചുകളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ഉണ്ടോ? ആ തൈലം പൂശി, പ്രവാചകൻ വെള്ളത്തെ വിശുദ്ധീകരിക്കാൻ അതിനകത്ത് ഉപ്പിട്ടതുപോലെ ഇവിടെ അപ്പസ്തോലന്മാര് തൈലം പൂശി അനേകം രോഗികളെ സുഖപ്പെടുത്തി. ആ തൈലത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നിങ്ങളിങ്ങനെ എണ്ണയോ അതോ വെഞ്ചരിച്ച് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ, അന്നാൻ വെള്ളമോ എന്തോ ആകട്ടെ, നിങ്ങളുടെ കുടുംബത്തിലൊരു ആവശ്യം വരുമ്പോൾ, കുഞ്ഞ് രോഗിയായിട്ടിരിക്കുന്നു, കുഞ്ഞിന് ഉദര സംബന്ധമായ വേദനയാണെന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ വെഞ്ചരിച്ച് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ പറയണം. തലവേദനയാന്ന് പറയുമ്പോൾ ഈ തൈലമൊക്കെ എടുത്ത് തലയിലൊക്കെ പുരട്ടി ആദ്യം പ്രാർത്ഥിക്കുക. ആദ്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ അതിനുള്ള പരിഹാര മാർഗം നമ്മൾ കണ്ടെത്താൻ പരിശ്രമിക്കണം. അപ്പൊ കർത്താവ് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് തന്നെ പറയുവാണ്, ഇതൊരു ഡോക്ടറെ കാണേണ്ട ആവശ്യമാണെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തിൽ അത് ചെയ്യണം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പക്ഷെ നമുക്ക് ആദ്യം ആ വിഷയത്തെ പ്രതി പ്രാർത്ഥിക്കാൻ പറ്റും, അല്ലെ? ദൈവം നമുക്ക് തന്നിരിക്കുന്നവയെ പ്രയോജനപ്പെടുത്താൻ പറ്റും. നമുക്കൊക്കെ ശരീരത്തിന് രോഗം വരുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, തലവേദന വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അസ്വസ്ഥ വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തന്നെ ഒരു സെൽഫ് ഡെലിവറൻസ് പ്രയർ നടത്തും. നമ്മൾ തന്നെ ഒരു വിടുതൽ പ്രാർത്ഥന നമുക്ക് വേണ്ടി നടത്തും. അത് ഒരു 90% അത് ഫലപ്രദമാകും. പ്രൈസ് ദി ലോർഡ്. കാരണം തിന്മ നമ്മുടെ ചില ശുശ്രൂഷകളെ ബ്ലോക്ക് ചെയ്യാൻ
ദൈവികമായ ചില ആലോചനകളുടെ മേൽ അവന് തടസ്സം നിൽക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ശരീരത്തെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ആ ആത്മീയ പോരാട്ടത്തിൽ വരുന്ന വിഷയങ്ങളെ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് വിടുതലുണ്ട്. എന്നാൽ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നിട്ട് രാവിലെ എനിക്കുണ്ടായിരുന്ന തലവേദന അത് അതിന്റെ കാരണമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് ഒരു പാരസിറ്റാമോൾ മേടിച്ച്, കാരണം നമുക്ക് അടുത്ത ശുശ്രൂഷയുണ്ട്, 3-4 മണിക്കൂർ നിൽക്കേണ്ടതാണ്, കണ്ടിന്യൂസ് സംസാരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് തല വെട്ടിപ്പൊളിയുന്ന അനുഭവമാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്നൊരു ഓഫീസിൽ ചെന്ന്, ഞാൻ പോകുന്ന വഴിക്ക് ഭയങ്കര തലവേദനയാണ്, ഞാൻ ഓഫീസിൽ ചെന്ന് എനിക്കറിയാം തലേ രാത്രി ചിലപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും കിടന്നത്, ചിലപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞ് ലേറ്റ് ആയിട്ടായിരിക്കും വന്നത്, പിന്നെ അത് രാവിലെ എഴുന്നേറ്റു. അപ്പോൾ നമുക്ക് കുറച്ചൊരു 10-11 മണിയൊക്കെ ആകുമ്പോൾ തലവേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ക്ലാസ്സിന് കയറി, ധ്യാനത്തിൻ്റെ ക്ലാസ്സിന് പോകും, ഓഫീസിൽ ഒരു പാരസിറ്റമോളും കൂടെ നേക്കാൻ പറയും. അവിടെ തന്നെ കൂടെ കഴിച്ച് നമ്മളങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴേ നമ്മുടെ വേദന മാറി. അപ്പൊ ആത്മീയമായ വിഷയമാണെങ്കിൽ ആത്മീയ ആയുധങ്ങളാണ് നമ്മൾ ആദ്യം പ്രയോജനപ്പെടുത്തേണ്ടത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആത്മീയമായി നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന അത് തിന്മയുടെ സ്വാധീനമാകട്ടെ, നമ്മുടെ ആത്മരക്ഷയെ അപകടപ്പെടുത്താനുള്ള ശത്രുവിന്റെ ആലോചന അതിന്റെ പിന്നിലുണ്ട് എങ്കിൽ, ഏതെങ്കിലൊക്കെ ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എങ്കിൽ, ആ വിഷയത്തിൽ ആത്മീയ ആയുധങ്ങൾ നിർബന്ധമായും പ്രയോജനപ്പെടുത്തണം. അതിനാണ് കർത്താവ് ആത്മീയ ആയുധങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. അല്ല, എഫേസു സർഗ്ഗത്തിലെ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ പെട്ടെന്ന് വായിക്കാവോ? എഫേസു 6:10. സാത്താന്റെ തന്ത്രങ്ങളെ, കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കുവിൻ. കണ്ടോ? സാത്താന്റെ കുടിലതന്ത്രങ്ങളുടെ ഭാഗമായാണ് നീ അനുഭവിക്കുന്ന ഒരു അസ്വസ്ഥത എങ്കിൽ, തടസ്സമെങ്കിൽ, രോഗമെങ്കിൽ, തകർച്ചയെങ്കിൽ, ഞെരുക്കമെങ്കിൽ, വചനം പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആയുധങ്ങൾ നിങ്ങൾ ധരിക്കുവിൻ. ഇപ്പൊ സ്വാഭാവികമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകള്, പ്രശ്നങ്ങള്, പ്രതിസന്ധികളെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് തിന്മയുടെ സ്വാധീനം കൊണ്ടും ശത്രുവിന്റെ വഞ്ചനയാലും ഒക്കെ നമ്മുടെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, പ്രവർത്തന നിരതമായി കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾക്കെതിരെ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ എന്നാ പൗലോസ് പറയുന്നത്. എന്താണ് എന്നെ കൂട്ടിച്ചേർക്കുന്നത്? എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മനുഷ്യർക്കെതിരായിട്ടല്ല നാം പടവെട്ടുന്നത്, പിന്നെയോ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം പടവെട്ടുന്നത്. അധിപന്മാർക്ക്, പിന്നെയോ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ദുരാത്മാക്കൾക്കും പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും. ഇത് ശത്രുവിന്റെ ഒരു അധികാര ശ്രേണിയാണ്. ഇതിനെതിരെയാണ്, ആത്മീയ ലോകത്തിനെതിരെയാണ് നാം പടവെട്ടുന്നത്. എന്നിട്ട് വീണ്ടും പൗലോസ് പറയാം, അതിനാൽ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ. കണ്ടോ? അപ്പൊ ആത്മീയ യുദ്ധത്തിൽ, ഒരു സ്പിരിച്വൽ വാർഫെയറിൽ ആത്മീയ ആയുധങ്ങൾ നമുക്ക് വേണം. അപ്പൊ സഭ നമുക്ക് നിർദ്ദേശിച്ച് തന്നിരിക്കുന്ന ആത്മീയ ആയുധങ്ങളാണ് ഈ പറയുന്നതെല്ലാം തന്നെ. വെഞ്ചരിച്ച എണ്ണ, വെഞ്ചരിച്ച ഉപ്പ്, വെള്ളം, ഭൂതോച്ചാടന ശുശ്രൂഷകൾ, ഇതൊക്കെ സഭ നമുക്ക് തന്നിരിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ ആത്മീയ ആയുധങ്ങളാണ്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ ശക്തി നമ്മുടെ ജീവിതത്തിൽ, അതിൻ്റെതായ റിസൾട്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റും.